ജഗന്യന്താവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തുകയാണ് ഏറ്റവും ഔന്നിത്യമുള്ള നിലപാട് എന്ന് പറയുന്നത്. വിശ്വാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നിടത്ത് അവരൊരു കാര്യം ചെയ്യുമ്പോൾ ആതവ ഖുലൂബുഹും വജിലത്തുൻ, ഹൃദയം ഒരു ബേജാറിലും അസ്വസ്ഥതയിലുമായിരിക്കും അവർ ചെയ്യാൻ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ആ ബേജാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാളെ റബ്ബിലേക്ക് തിരിച്ചു പോകണല്ലോ, എനിക്കൊരു മടക്കമുണ്ടല്ലോ എന്ന വിചാരമാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, കുറ്റവാളികളെക്കുറിച്ചാണോ, കുറ്റവാളികളായ മുസ്ലിങ്ങളെ കുറിച്ചാണോ അത് പറയുന്നത്? മദ്യപിക്കുക, പലിശ വാങ്ങുക, ഇങ്ങനെ തുടങ്ങിയ കുറ്റം ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. അവരെ കുറിച്ചാണോ പറയുന്നത്? കാരണം എന്തിനാണ് അവർ മറ്റുള്ളവർ ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സിദ്ദീഖിന്റെ മകളെ യാ ബിൻത അബീ ബക്കർ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി പറയുന്നത് ഇത് വിശ്വാസികളെ കുറിച്ചാണ്, ഇത് നമസ്കാരത്തെയും നോമ്പിനെയും കുറിച്ചാണ്, ദാനധർമ്മങ്ങളെ കുറിച്ചാണ്. നിസ്കരിക്കുന്ന സമയത്ത്, നോമ്പനുഷ്ഠിക്കുന്ന സമയത്ത് പടച്ചോനത് സ്വീകരിക്കൂലേ? നാളെ അവന്റെ അടുത്ത് എത്തുമ്പോ ഇതൊരു സൽക്രമമായി രേഖപ്പെടുത്തില്ലേ എന്ന ബേജാറിലാണ് എല്ലാ വിശ്വാസികളും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ്. റമദാനിൽ അവസാനത്തെ സന്ദർഭം എത്തുമ്പോ നമ്മിൽ 3 വിധം ആളുകളുണ്ടാവും. ഒന്നാമത്തത് സംതൃപ്തിയുള്ള ആളുകൾ. യൗമ തബിയല്ലു വുജൂഹുഹും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പ്രശോഭിതമായ മുഖമുള്ള ആളുകൾ. വുജൂഹു യൗമഇദിൻ നാഇമ, സന്തോഷമുള്ള മനുഷ്യർ. പരലോകത്തെത്തുമ്പോഴും മനുഷ്യരിൽ ചില ആളുകൾ അങ്ങനെയായിരിക്കും, അവർക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാവും. റമദാൻ അവസാനത്തോടടുക്കുമ്പോ സന്തോഷമുള്ള മുഖങ്ങളിലെ ചില ആളുകളുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ പരിശുദ്ധ റമദാൻ മാസത്തെ കൂടുതൽ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചു എന്ന ഒരു ആത്മസംതൃപ്തി അവരുടെ മുഖത്തുണ്ട്. ഖിയാമുൽ ലൈൽ, അതുപോലെ തറാവീഹ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ ഖുർആൻ പഠനം, ദാനധർമ്മങ്ങൾ, തന്റെ ഇച്ഛയെ നിയന്ത്രിക്കാനുള്ള ശേഷി, ഇതിലൊക്കെ എന്റെ ആയുസ്സിൽ ഞാൻ ഏറ്റവും നന്നായി ശ്രമിച്ച ഒരു റമദാനാണ് എന്ന് മനസ്സിലാക്കി സംതൃപ്തിയുള്ള മുഖത്തിന്റെ ഉടമകൾ. രണ്ടാമത്തത് സമ്മിശ്രമായ മുഖഭാവമുള്ള ആളുകൾ. കുറെയൊക്കെ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തി, പക്ഷേ കുറെ ഉപയോഗപ്പെടുത്താമായിരുന്നു, ഇതിനേക്കാൾ അധികം എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്റെ ആലസ്യം കാരണം, അശ്രദ്ധ കാരണം, അല്ലെങ്കിൽ സഹജമായ എന്റെ ദൗർബല്യങ്ങൾ കാരണം വേണ്ടത്ര ഒരു പെർഫോം ചെയ്യാൻ
ഈ വിശുദ്ധ മാസത്തെ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചില്ല, എന്നാൽ ഏറെക്കുറെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന സമ്മിശ്ര വികാരമുള്ള ആളുകൾ. മൂന്നാമത്തെ മുഖഭാവമെന്ന് പറയുന്ന യൗമ തസ്വദ്ദു വുജൂഹുഹും, അവരുടെ മുഖമെന്ന് പറയുന്നത് വിതുമ്പിക്കൊണ്ടിരിക്കും. അവർക്ക് നഷ്ടബോധമുണ്ടാകും, നിരാശയുണ്ടാകും. തങ്ങളുടെ ആയുസ്സിൽ റമദാൻ മാസം കഴിഞ്ഞു പോകുമ്പോൾ ഈ റമദാൻ എനിക്ക് വേണ്ടത്ര പ്രയോജനപ്പെട്ടില്ല എന്ന നഷ്ടബോധമുള്ള ആളുകൾ. തനിക്ക് സമയമുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, തന്റെ ഉപജീവനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ശുക്ർ ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു നിഅമത്തായ വിശുദ്ധ റമദാനിനെ ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന നിരാശയുള്ള മനുഷ്യർ. ഇതിലേതിലാണ് നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നത് നന്മയുടെ കാര്യത്തിൽ ആരെയും കാത്തു നിൽക്കാത്ത മനുഷ്യരാണ്. ഇന്നയാള് ചെയ്യട്ടെ, അവൻ എന്നെക്കാൾ അറിവും വിവരമുണ്ടല്ലോ, അവനത് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെന്തിനാ ഞാൻ ചെയ്യുന്നത് എന്ന് കരുതി കാത്തു നിൽക്കാത്ത മനുഷ്യർ, നന്മയുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ മുൻകടന്നു പോകുന്ന ആളുകൾ. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാത്മാവിനെയും നാം നിർബന്ധിച്ചിട്ടില്ല, ആത്മാവിന് കഴിയാത്ത ഒരു കർമ്മം ചെയ്യണം എന്നൊരാത്മാവിനോടും നാം പറഞ്ഞിട്ടില്ല. വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്, എന്റെ അടുക്കൽ ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിൽ സത്യം മാത്രമാണുള്ളത്. വഹും ലാ യുദ്ലമൂൻ, നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചെയ്ത ഒരു കാര്യം അത് വിട്ടുപോയിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ക്രോഡീകരിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ആരൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി, ആരൊക്കെയാണിത് നഷ്ടപ്പെടുത്തിയത്, ആരുടെയൊക്കെ ജീവിതത്തിലാണ് അശ്രദ്ധ കൊണ്ട് റമദാൻ കഴിഞ്ഞുപോയത് എന്ന് വളരെ കൃത്യമായി നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫു സാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത് കാന സലഫു യബ്കൂന 6 അശ്ഹുരിൻ ബഅദ റമളാൻ യസ്അലൂന അല്ലാഹൽ ഖുബൂൽ. റമളാൻ കഴിഞ്ഞാൽ 6 മാസം സലഫുകൾ കരയാറുണ്ടായിരുന്നുവെന്നാണ്. കരയുന്നതിന്റെ കാരണം യസ്അലൂന അല്ലാഹൽ ഖുബൂൽ, റമളാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയാത്ത സലഫു സാലിഹീങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ സലഫു സാലിഹീങ്ങളുടെ ചരിത്രം 6 മാസം റമളാൻ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് റമളാനിൽ നമ്മൾ നേടിയെടുത്ത കർമ്മങ്ങളെല്ലാം സ്വീകാര്യമാവണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മുടെ പ്രാർത്ഥനയും വളരെ അനിവാര്യമാണ്. വൗസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗം മുത്തഖീങ്ങളുടെ ഛായ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അതിൽ ലഭ്യമാണ്. ആരാരും കാണാത്ത സമയത്ത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച നിങ്ങൾക്ക്, നല്ല ശുദ്ധമായ തൗബയുള്ള ഹൃദയമുള്ള നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചത് മുഴുവൻ അതിലധികവുമായി നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വർഗം നിങ്ങളുടെ ചാരത്താണ്. അത് റമളാനിൽ ഒരു വിശ്വാസി ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, പ്രാർത്ഥനകൾ നടത്തിയാൽ, തിലാവത്തുകളും അഅ്മാലു സ്വാലിഹാത്തുകളും വർദ്ധിപ്പിച്ചാൽ അവന്റെ ചാരെ സ്വർഗം വന്നു നിൽക്കും. ആ സ്വർഗത്തിലേക്ക് നിർഭയമായി പ്രവേശിച്ചുകൊള്ളുക എന്ന് വിളിച്ചു പറയും. സന്തോഷത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാരയുള്ള സ്വർഗം നമ്മിൽ നിന്ന് തട്ടി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതല്ല, സന്തോഷത്തോടുകൂടി എന്റെ ചാരത്ത് കൊണ്ടുവച്ച സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന ആത്മപരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ചില പരിശീലനങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, സാധ്യമല്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും
നമ്മൾ പരിശീലിച്ചവരാണ്. നിങ്ങൾ ഭക്ഷണത്തിന്റെ ക്രമം വരെ സാധ്യമല്ലാത്ത സമയത്ത് നിങ്ങൾ പരീക്ഷിച്ചവരാണ്. 4 മണിക്ക് പുലർച്ചെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് സാധാരണ ശീലമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ മുതൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക, ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, അതുപോലെ വിശുദ്ധ ഖുർആൻ എല്ലാ സമയങ്ങളിലും നമ്മൾ ചേർത്ത് വെക്കുക, പള്ളിയുമായി നമ്മൾ ധാരാളം ബന്ധം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സാധ്യമല്ല എന്ന് റമദാനിന് മുമ്പ് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചവരാണ്. അതുകൊണ്ട് സാധ്യമല്ലെന്ന് തോന്നുന്നത് പരിശീലിച്ച ഈ കാര്യങ്ങളെല്ലാം ഇനിയും തന്റെ ജീവിതത്തിൽ സാധ്യമാകുമെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. റമദാനിനെ കുറിച്ച് സലഫുകൾ പറയുന്നത് റമദാനിന് ശേഷമാണ് അള്ളാഹു ഒരു മനുഷ്യന്റെ റമദാൻ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വെക്കുന്നത്. കാരണം റമദാനിൽ സ്വീകരിച്ചത് ഒരു ആക്ടിംഗ് ആണോ, അഭിനയമായിരുന്നോ എന്നാണ്. ബിഇസൽ ഖൗം എന്ന് വിശുദ്ധ സലഫുകൾ തന്നെ പറയാറുണ്ട്. ബിഇസൽ ഖൗമി ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ. റമദാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു, പള്ളി, തിലാവത്ത്, പരിശുദ്ധ റമദാൻ, തറാവീഹുകൾ, ഖിയാമുൽ ലൈൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം റമദാനിൽ മാത്രമുള്ള ഒരു കർമ്മങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റമദാനിൽ മാത്രം അറിയുന്ന മനുഷ്യർ, ആ മനുഷ്യർ അവർ റമദാൻ കഴിയുന്നതോടുകൂടി അവർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ പോലും പരിശീലിച്ചതെല്ലാം അവർ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ശീലിച്ച നല്ല ശീലങ്ങൾ, ഒരു സാധാരണ ജീവിതത്തിൽ സാധ്യമാവില്ല എന്ന് നമ്മൾ കരുതിയ പല നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധ റമദാൻ കൊണ്ടുവന്നിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാലും അത് തുടർന്നു കൊണ്ടുപോകുക. അതൊരു അഭിനയമല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതായിരുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തിനുള്ള ശുക്റാണ് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ റമദാനിന് ശേഷമുള്ള ജീവിതത്തിലും ഈ നന്മകൾ നമ്മൾ തുടർത്തിക്കൊണ്ടുപോകേണ്ടതാണ്. രണ്ടാമത്, റമദാനിൽ നമ്മൾ പരിശീലിച്ച ഏറ്റവും പ്രധാനം നമ്മുടെ ദുശ്ശീലങ്ങളെ, ദൗർബല്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ശീലിച്ചു വന്നതാണ്. നമ്മുടെ ഇച്ഛകളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഉച്ച സമയത്ത് നോമ്പുകാരനായ നിങ്ങളുടെ മുന്നിൽ വിശപ്പിന്റെ കാഠിന്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ വിഭവസമൃദ്ധമായ സദ്യ കൊണ്ടുവച്ചാൽ, ഭക്ഷണം കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തി റമദാൻ അല്ലാത്ത ഒരു സമയത്തും നിങ്ങൾക്ക് ലഭ്യമല്ല. അതുകൊണ്ട് റമദാനിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും വേണ്ട എന്ന് വെക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ പരദൂഷണം, ഏഷണി, അതുപോലെ അനാവശ്യമായ സമയം കളയുന്ന പ്രവർത്തികൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെക്കാനും കുറക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദുശ്ശീലങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങളെ ഒരു പരിധിവരെ മൂടിവെക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ മൂടിവെച്ചതാണോ, ഞാൻ ബോധപൂർവം അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് നിയന്ത്രിച്ചതാണോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധ റമദാനിന് ശേഷവും നമ്മുടെ ദുശ്ശീലങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ദുശ്ശീലങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ച ആ പാഠങ്ങളെ പരിശുദ്ധ റമദാനിന് ശേഷം കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. മൂന്നാമത്, ആത്മാവിന്റെ വിരുന്നായിരുന്നു വിശുദ്ധ റമദാൻ. ആത്മാവിന് ഏറ്റവും സന്തോഷമുള്ള മാസമാണ് 12 മാസങ്ങളിൽ റമദാൻ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന് വിരുന്നൂട്ടാൻ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ ശരീരത്തിനെയാണ് വിരുന്നൂട്ടിയത്. റമദാനിൽ അവരുണ്ടാക്കിയ വിഭവങ്ങൾ, അവരുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അവരുണ്ടാക്കിയ പാനീയങ്ങളെല്ലാം ശരീരത്തിനാവശ്യമായ വിഭവങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവിനെയാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ വിരുന്നൂട്ടേണ്ടത്. അനേകം കർമ്മങ്ങൾ, ഇസ്തിഗ്ഫാർ, തൗബ, തിലാവത്ത്, തഹ്ലീൽ, തസ്ബീഹ് തുടങ്ങിയ അനേകം കാര്യങ്ങൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, അതുപോലെയുള്ള അനേകം ആത്മാവിനാവശ്യമായ വിഭവങ്ങൾ ഒരുക്കി വെച്ച മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആത്മാവിന് എല്ലാ സമയത്തും വിഭവങ്ങൾ നൽകുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സമൂഹത്തിൽ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ നാളേക്ക് വേണ്ടി, അവന്റെ ആത്മാവിന് വേണ്ടി കർമ്മങ്ങൾ ഒരുക്കി വെച്ച ആളാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ കീഴ്പ്പെടുത്തി, അതിന്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തി, ആ ആത്മാവിന് ഏറ്റവും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ നൽകി, ആത്മാവിനെ തടിച്ചു കൊഴുത്ത് എന്ന രീതിയിൽ
പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ. ആ ഒരു അവസ്ഥയായിരുന്നു പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത്. അപ്പൊ ആത്മാവിനെ വിരുന്നൂട്ടാനുള്ള വിഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഈ വിഭവങ്ങൾ റമദാനിന് ശേഷവുമുണ്ട്. അത് നമ്മൾ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുക എന്നതാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم يتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് നിന്നും ഇരുന്നും കടന്നുമെല്ലാം അവർ അല്ലാഹുവിനെ വാഴ്ത്തുന്നവരായിരുന്നു. ഖിയാമുൽ ലൈൽ അതിന്റെ ഏറ്റവും വലിയ മനോഹരമായ ഒരു ഉദാഹരണമാണ്. നമ്മൾ ദീർഘമായി സുജൂദിലും റുക്കൂഇലും ഖിയാമിലുമെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചവരാണ്. നമ്മളെ കണ്ണ് നനഞ്ഞവരാണ്, ഹൃദയം പൊട്ടിയൊലിച്ചവരാണ്. അല്ലാഹുവിനോട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിന്നും ഇരുന്നും ചോദിച്ച ആളുകൾ. അങ്ങനെ നമ്മുടെ എല്ലാ അവസ്ഥകളിലും അല്ലാഹു മാത്രമാണ് പ്രിയപ്പെട്ടതെന്ന് പ്രഖ്യാപിച്ച ആളുകൾ. അല്ലാഹു മാത്രമാണ് തന്റെ ഇച്ഛയെ നിയന്ത്രിക്കാൻ ശക്തിയും കഴിവുമുള്ളവനെന്ന് പ്രഖ്യാപിച്ച ആളുകൾ. അല്ലാഹുവിനോട് മാത്രം വിധേയപ്പെടാൻ ധൈര്യവും തന്റേടവും കാണിച്ച ആളുകൾ. എല്ലാ അധൈര്യങ്ങളെയും എല്ലാ ചാബല്യങ്ങളെയും മാറ്റിവെച്ച മനുഷ്യർ. ഈ മനുഷ്യർ ആത്മാവിന് വേണ്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നെന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സമയം റമദാനിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആത്മാവിന്റെ വിഭവങ്ങൾ ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. ആത്മാവിന്റെ വിഭവങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും നിങ്ങൾ ഒരുക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്ന് പരിശുദ്ധ റമദാൻ നമ്മോട് തെളിയിച്ചതാണ്. അതുകൊണ്ട് റമദാൻ യാത്രയയക്കുന്ന ഈ സന്ദർഭത്തിൽ റമദാനിൽ നമ്മൾ ആർജിച്ച എല്ലാ വിഭവങ്ങളും റമദാനിന് ശേഷവും നമ്മുടെ ചാരത്തുണ്ട് എന്ന ബോധ്യത്തിൽ പരിശുദ്ധ റമദാനിൽ ആർജിച്ചെടുത്ത ആത്മാവിന്റെ വിഭവങ്ങൾ ആത്മാവിനെ ഭക്ഷിപ്പിക്കാൻ നമ്മൾ ഇനിയും സമയം കണ്ടെത്തുകയും അത് റമദാനിലെ ഒരു പ്രവൃത്തി മാത്രമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നാലാമതായി രാത്രിയിലെ ദീർഘമായ പ്രാർത്ഥനകൾ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നത് സുഹൂറിന്റെ സമയത്ത്, അത്താഴത്തിനാണല്ലോ സുഹൂർ എന്ന് പറയാം. ഈ സന്ദർഭത്തിൽ ഹും യസ്തഗ്ഫിറൂൻ, അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളാണ്. കാരണം അവരും അള്ളയും ഒറ്റക്കാവുന്ന സമയമാണ്. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിപ്പോയ സമയം, എല്ലാ മനുഷ്യരും അവരുടെ എല്ലാ സ്വകാര്യതകളിലും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അള്ളാഹുവിനെ ഓർത്ത് ഉറക്കം വിട്ട് എഴുന്നേറ്റുകൊണ്ട് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന വിശ്വാസികളുടെ അതിമഹത്തായ ഈ സ്വഭാവം നേടിയെടുത്തത് പരിശുദ്ധ റമദാനിലാണ്. ഏതെഴുന്നേൽക്കാത്ത മനുഷ്യനും 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന ആൾ എന്തായാലും നേരത്തെ എഴുന്നേറ്റു, ഒരു 2 റക്അത്ത് കൂടുതൽ നമസ്കരിക്കാം എന്ന് വിചാരിച്ച് തഹജ്ജുദ് പതിയെ പതിയെ ശീലമാക്കിയ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് റമദാനിന് ശേഷവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്, ഇബാദത്താണ്. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ മക്തൂബത്തി സ്വലാത്തുൽ ലൈൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരങ്ങളിൽ 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുള്ള നമസ്കാരങ്ങളാണ്. അതെല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസി പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഇത്ര ദീർഘമായി നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും റമദാനിൽ ആർജിച്ചെടുത്ത ശീലം തുടർത്തി കൊണ്ടുപോകാൻ ഒരു മിനിമം നമ്പറെങ്കിലും രാത്രി നമസ്കാരം നമ്മൾ നമസ്കരിക്കുകയും ദീർഘമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ശീലം, ആ പരിശീലനം റമദാനിന് ശേഷവും തുടർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ കുടുംബസമേതം തയ്യാറാവേണ്ടതാണ്. 5 നമുക്കറിയാം, മടുപ്പിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറ. പരിശുദ്ധ ഖുർആൻ പറയാൻ, ഞങ്ങൾ നിങ്ങൾക്ക് ദാനം തന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കർമ്മങ്ങളും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ലാ നുരീദു മിൻകും ജസാഅ വലാ ശകൂറ. ഒരു നന്ദി വാക്ക്, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുകൾ, ഞങ്ങളോട് റെസ്പെക്ട് ചെയ്യൽ, ഇതൊന്നും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന്, ഞങ്ങൾ ഞെരുക്കി സമ്പാദിച്ച സമ്പാത്തിൽ നിന്ന് ധാരാളം ചെലവഴിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. ഏത് പിശുക്കനായ മനുഷ്യനാണെങ്കിലും, സമ്പത്തോട് ഭൂമിയിൽ ഒട്ടിപ്പിടിച്ച ആർത്തിയുള്ള മനുഷ്യനാണെങ്കിലും ശരി, ഇസ്സാഖൽതും ഫില്ലല്ലാഹ്, സമ്പത്ത് ചെലവഴിക്കൂ അല്ലെങ്കിൽ പോരാട്ടത്തിനിറങ്ങൂ എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തഖ്വ ബോധ്യമാകുന്ന സമയം അപ്പോഴാണ്. അവനിങ്ങനെ മണ്ണിൽ അള്ളിപ്പിടിച്ചിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിശുക്കുള്ള ഒരു മനുഷ്യനും കൈ അയച്ചു കൊടുത്ത ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്.
പറയുന്നത്. നമ്മുടെ അടുത്തേക്ക് ദിനം ദിനേനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങൾ ചോദിക്കാതെ നമ്മൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച മാസമാണ് ഈ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ദരിദ്രനായവനും ദാനധർമ്മങ്ങളുണ്ട്. ഒരു പൈസയും കൊടുക്കാൻ കഴിയാത്ത ആൾ, ഒരു സമ്പാദ്യവും ചെലവഴിക്കാൻ കഴിയാത്ത ആൾ, അവൻ തസ്ബീഹും തഹ്ലീലും തഹ്മീദും ചെല്ലട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. അത് ദാനധർമ്മങ്ങൾക്ക് തുല്യമായി അള്ളാഹു പരിഗണിക്കുമെന്നാണ്. അതുകൊണ്ട് ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതിയാണ് നോമ്പിന്റെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ പ്രീതിയാണ് തിലാവത്തിന്റെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ പ്രീതിയാണ് ഖിയാമിന്റെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ പ്രീതിയാണ് സലാത്തുൽ ലൈലിന്റെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ പ്രീതിയാണ് സദഖയുടെ അടിസ്ഥാനം, അള്ളാഹുവിന്റെ പ്രീതിയാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സൽക്കർമ്മങ്ങൾ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച് പരിശുദ്ധ റമദാൻ. കാരണം എല്ലാ പ്രലോഭനങ്ങളും സാധ്യതകളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് അതെല്ലാം ത്യജിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച മനുഷ്യർ, അതാണ് വിശ്വാസികൾ റമദാനിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശീലിച്ചത് പരിശുദ്ധ റമദാനിലാണ്. തുടർന്നും അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അത് പാഴാക്കി കളയുന്ന ആളുകളെ ഒരു ഉദാഹരണത്തിലൂടെ ഉപമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു ശക്തിയായി വളരെ അധ്വാനിച്ചുകൊണ്ട് കയറ് പിരിച്ച ഒരു സ്ത്രീയുടെ ഉദാഹരണം പോലെ അവരത് വളരെ ശക്തിയായി കയറ് പിരിച്ച് കയറാക്കിയതിനു ശേഷം വീണ്ടും പിരി അയച്ചുകൊണ്ട് അത് ലൂസാക്കിക്കൊണ്ടേയിരിക്കുന്നത് പോലെ നിങ്ങൾ ആവരുത് എന്ന് വിശ്വാസികളെ അള്ളാഹു ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബലവത്തായ ഒരു വിശ്വാസം കെട്ടിപ്പടുത്ത മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈദ്ഗാഹ് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങളുടെ വീടുകളിൽ പെരുന്നാൾ നമസ്കരിക്കരുത്, റോഡരികൾ പെരുന്നാൾ നമസ്കരിക്കരുത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ച് ഈദ്ഗാഹിന് നേതൃത്വം നൽകരുത്. അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പ്രഖ്യാപിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ID കാർഡും പിടിച്ചടക്കുമെന്ന് UP സർക്കാർ ഓർഡർ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ നിർഭയമായി പെരുന്നാൾ നമസ്കരിക്കാൻ പോലും ഈ ഉമ്മത്തിന് സാധ്യമല്ലാത്ത അവസ്ഥ ഈ രാജ്യത്തുണ്ടാവുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനെ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ശക്തമായ ആയുധം വിശ്വാസമെന്ന ആയുധമാണ്. ആ വിശ്വാസമെന്ന ആയുധത്തിന് തിളക്കവും അതുപോലെ തന്നെ കരുത്തും പ്രഖ്യാപിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തേച്ചുമിനുക്കി ദൗർബല്യങ്ങളിൽ നിന്നും ചാപല്യങ്ങളിൽ നിന്നും അതിനെ പരിശുദ്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ അത് ഒരിക്കലും അതിലേക്ക് മാലിന്യവും ചെളിയും തെറിപ്പിക്കേണ്ട അവസ്ഥയിൽ റമദാൻ കഴിഞ്ഞാൽ ആവരുത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആഹ്വാനത്തിലൂടെ വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നിങ്ങൾ ഈ സ്ത്രീയെ പോലെ ആകരുത്. കഠിന പരിശ്രമം കൊണ്ട്, നമ്മുടെ നാട്ടിൽ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. കഠിന പരിശ്രമം കൊണ്ടൊരു പാറക്കല്ല് ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയി അത് താഴേക്ക് വലിച്ചെറിയുന്നത് പോലെ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം വളരെയധികം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും നീങ്ങരുത്. നിങ്ങൾക്ക് കിട്ടിയ റമദാനിൽ എല്ലാ നന്മകളും നിങ്ങൾ ജാഗ്രതയോടുകൂടി, നിങ്ങളെ സമ്പത്ത് ചോരാതിരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ജാഗ്രതയുണ്ട്, നിങ്ങൾ ആരോഗ്യം ശോഷിക്കാതിരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മുൻകരുതലുണ്ട്. ആ മുൻകരുതലിനേക്കാൾ 10 മടങ്ങ് മുൻകരുതൽ വിശ്വാസി സമൂഹമേ ഇതിനുശേഷം നിങ്ങൾ തുടരേണ്ടതുണ്ട്. ആ തുടരേണ്ടത് നിങ്ങൾ റമദാനിൽ ആർജിച്ചെടുത്ത നന്മകളെ, റമദാനിൽ ആർജിച്ചെടുത്ത സുഹൃതങ്ങൾ കയ്യിൽ നിന്ന് ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്തത് ലിവജ്ഹില്ല എന്ന ഉദ്ദേശത്തിലാണ്. പിതാവിനെ കാണിക്കാൻ, മാതാവിനെ കാണിക്കാൻ, ബന്ധുക്കളെ കാണിക്കാൻ, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മനസാക്ഷിയെയും അതുപോലെ തന്നെ ജഗന്യന്താവിനെയും ബോധ്യപ്പെടുത്തേണ്ട സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സലഫു സാലിഹീങ്ങൾ പറയുന്നത്, നിങ്ങൾ റമദാനിന് ശേഷവും നിങ്ങൾ ജീവിക്കുക, റമദാനിന് ശേഷവും റമദാനിനെ പോലെ നിങ്ങൾ ജീവിക്കുക. റമദാൻ നിങ്ങൾക്ക് വിട പറയുമ്പോ നഷ്ടബോധമുണ്ടാവുന്നത് ഇനിയും ആയുധങ്ങൾ, ഇനിയും ശക്തി, ഇനിയും ഈമാൻ ഒരുക്കി വെച്ചില്ലല്ലോ എന്ന ഒരു സങ്കടം നിങ്ങൾക്ക് റമദാൻ യാത്രയാകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദീന റമദാൻ യാത്ര പോകുമ്പോ ഏങ്ങി കരയുന്നത് പോലെ വേറെ ഒരു നഗരവും കരഞ്ഞിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. റമദാൻ വരുമ്പോൾ അവർ സന്തോഷിച്ചതുപോലെ വേറെ ഒരു നഗരവും റമദാനെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷിച്ചിട്ടില്ല എന്നതാണ്. സലാമുൻ അലൈക യാ റമദാൻ. റമദാൻ യാത്ര അയക്കുമ്പോ
ഒരു മാസത്തോട് മാത്രമാണ് വിട പറയുന്നത്. റമദാനിന്റെ ആത്മാവിനോട് നമ്മൾ ഒരിക്കലും യാത്ര പറയുന്നില്ല. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത നന്മകളോട് നമ്മൾ ഒരിക്കലും വിട പറയുന്നില്ല. റമദാൻ കഴിഞ്ഞുപോയി, ഇനി എനിക്ക് എന്റെ പഴയ ശീലങ്ങളെ പൊടി തട്ടിയെടുക്കാം എന്ന് വിചാരിക്കുന്ന കാപട്യം ജീവിതത്തിൽ പുലർത്തുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് നന്നാവാനുള്ള അവസാനത്തെ അസുലഭ അവസരമാണ് റമദാനിൽ ഏതാനും മണിക്കൂറുകൾ അള്ളാഹു നമുക്ക് അവശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെരുന്നാളിലെ ആ സുദിനത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള തക്ബീറായി അത് മാറണമെങ്കിൽ, അള്ളാഹുവിന് പൂർണ്ണമായും വിധേയപ്പെട്ടു എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവണമെങ്കിൽ ഈ പരിശുദ്ധ റമദാനിന്റെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ജീവിത വ്യവഹാരങ്ങളിലെല്ലാം പരിശുദ്ധ റമദാനിന്റെ തിളക്കം മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾ സാക്ഷികളാവേണ്ടതുണ്ട്. അങ്ങനെ റമദാൻ കഴിഞ്ഞ ഒരു വിശ്വാസി റമദാനിന് മുമ്പുള്ള വിശ്വാസിയേക്കാൾ തിളക്കമുള്ള വിശ്വാസിയാണെന്ന് വിശ്വാസികളല്ലാത്തവർക്കും ബോധ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ ഇസ്ലാം പേടിയും ഇസ്ലാം ഭീതിയും ഇസ്ലാമോഫോബിയയും പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ നമുക്കറിയാം. ഒരു ക്രിക്കറ്റ് കളിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ പ്രചോദിപ്പിച്ചു നിർത്തിയത് മതഭക്തനായ മറ്റൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്. ഒരു മതഭക്തനായ ഷരീഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്, ഷരീഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നമ്മുടെ സൗഹൃദത്തിന്റെ കാഴ്ചകൾ, സമന്വയത്തിന്റെ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വിദ്വേഷവും വെറുപ്പും വാരി വിതറി ഈ രാജ്യത്ത് മനുഷ്യ മനസ്സുകളെ മലീമസപ്പെടുത്തുന്ന ആളുകളല്ല രാജ്യത്തുള്ള അധികമുള്ളത്. സൗഹൃദവും സാഹോദര്യവും സ്നേഹവും ഊട്ടിയിണക്കുന്നവരാണ്, നന്മയുടെയും സുഹൃതത്തിന്റെയും വിത്തുകൾ വാരി വിതറുന്നവരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മളെല്ലാം തന്നെ നമ്മുടെ കൂടെയുള്ള സഹജീവികളെ ജാതി മതഭേദമന്യേ ചേർത്ത് പിടിക്കാൻ നമുക്ക് വിശുദ്ധ റമദാൻ നൽകിയ കരുത്തുണ്ട്. ആ കരുത്ത് റമദാനിന് ശേഷവും നമ്മൾ തുടരുക. മനുഷ്യബന്ധങ്ങളിൽ ഒരു വിള്ളലുമേൽപ്പിക്കുന്ന, മനുഷ്യർക്ക് തമ്മിൽ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെയും നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നു മാത്രമല്ല, അയാൾ മുസ്ലിമാൻ എന്ന് പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ചു നിർത്തിയ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യസാക്ഷ്യം നിർവഹിക്കാൻ കെൽപ്പുറ്റ ആളുകളായി നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാൻ ആവശ്യമായ ഇന്ധനമാണ് റമദാനിലെ 30 ദിവസങ്ങളായി നമ്മൾ നേടിയെടുത്തത്. ഈ പരിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ എന്തെങ്കിലും ദൗർബല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ജീവിതത്തിൽ അസുലഭമായ ഏതാനും മണിക്കൂറുകൾ കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തിന് മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഹൃദയം പൊട്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ശുക്ർ ചെയ്യാനുള്ള സന്നദ്ധം നമ്മൾ പ്രകടിപ്പിക്കുക. അടുത്ത റമദാനിൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. ഓർഡർ ചെയ്ത ഭക്ഷണത്തിന്റെ മുന്നിൽ ഭക്ഷണം വരുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണതിന് മരിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. നടന്നുപോയി വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണുപോകുന്ന മനുഷ്യർ. അതുപോലെ തന്നെ മരണമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തസവ്വദ് മിന തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലാ ഗദി. രാത്രിയായാൽ രാവിലെയാകുമെന്ന് ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യൻ, നീ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് 6 മാസം, 1 വർഷം, 2 വർഷം ഗ്യാരണ്ടി നൽകാൻ നിനക്ക് കഴിയുന്നു. പക്ഷെ 1 മണിക്കൂർ പോലും തികച്ചു നിനക്ക് ഗ്യാരണ്ടി നൽകാൻ കഴിയാത്ത നിസ്സഹായനായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തോട് അള്ളാഹു പറയുന്നത്, കിട്ടുന്ന അവസരങ്ങൾ, വിശ്വാസി സമൂഹത്തോട് പ്രത്യേകിച്ചു പറയുന്നത്, കിട്ടുന്ന മണിക്കൂറുകൾ, നിമിഷങ്ങളെല്ലാം അള്ളാഹുവിനെ ചേർത്ത് നിർത്താൻ, സ്വർഗത്തെ ചാരത്ത് നിർത്താൻ, പിശാചിനെ ദൂരേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളെ ജീവിതത്തിൽ ഇനിയും തുടർന്നു കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തിയും പ്രതിജ്ഞയുമാണ് റമദാനിന്റെ അവസാനത്തെ സമയത്ത് വിശ്വാസികളായ നമ്മൾ പുതുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.